അദ്ദേഹം വന്നപ്പോൾ മമ്മൂക്ക സംസാരിച്ചിട്ട് നിങ്ങളെ മക്കളാണ് ഞങ്ങൾ, നിങ്ങളുടെ അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ പറഞ്ഞ് പുള്ളി കരഞ്ഞു പോയി. അപ്പോൾ തിലകേട്ടൻ ചാടി എഴുന്നിട്ടിട്ട് പറഞ്ഞു, ഇത് കള്ളക്കണ്ണീരാണ്, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. സത്യം പറഞ്ഞ വിഷമം കൊണ്ട് ചത്താലോന്ന് വരെ തീരുമാനിച്ചതാ. ആരും ഇങ്ങനെ മിണ്ടാതിരിക്കുക, പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ്. ഞാൻ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ചാടി എഴുന്നേറ്റ് തിലകൻ്റെ അടുത്ത് നിന്ന് കൈ ചൂണ്ടി ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളാണ് തെറ്റ് ചെയ്തത്. ഇങ്ങനെ പറയരുത്, എല്ലാവരും അങ്ങനെ കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഈ സർപ്പത്തിൽ തന്നെയല്ലേ വിഷമുള്ളതും വിഷമില്ലാത്തതൊക്കെ. ഞാൻ നിങ്ങളുടെ സിനിമയിൽ 1-2 സിനിമ നിങ്ങളുടെ മകനായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത് എൻ്റെ മനസ്സറിഞ്ഞിട്ടാണ് നിങ്ങൾ അച്ഛാന്ന് വിളിച്ചിട്ടുള്ളത്. നിങ്ങൾ തെറ്റ് ചെയ്തു, അതിനെ ആ വലിയ മനുഷ്യൻ പറയുമ്പോൾ നിങ്ങൾ ന്യായീകരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. മീശവാധവനിൽ അഭിനയിച്ച പ്രധാന നടൻ എന്റെ ശത്രുവാണെങ്കിൽ പോലും. അയ്യോ, അതെന്ത്? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന്. ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അദ്ദേഹത്തിന് എന്നോട് വലിയ സ്നേഹമായിട്ടാണ് സംസാരിച്ചത്. എന്തരാണെന്ന് അറിഞ്ഞൂടാ, മുഖത്ത് നിറച്ച് വിനയം വാരിത്തേച്ച് വച്ചാലും ഇടയ്ക്കിടയ്ക്ക് ഉള്ളിക്കിടക്കണ ഫ്രാഡുകൾ പുറത്തോട്ട് തള്ളിക്കാറ് വരും. ഞാൻ എന്റെ ബാപ്പയെ പോലെ കാണുന്നു എന്ന് പറഞ്ഞു. ഞാനും എന്റെ ഒരു മകന്റെ സ്ഥാനത്ത് വിളിച്ചോട്ട് സംസാരിച്ചു. ഞാൻ ഇനിയും വരും ചേട്ടനെ കാണാൻ പറഞ്ഞു. എന്തേനു എന്റെ ഡയലോഗ് താൻ പറഞ്ഞ തന്റെ ഡയലോഗ് പറയാൻ പിന്നെ താനുണ്ടാവില്ല കേട്ടാ. അങ്ങനെ രണ്ടാമത് വന്നത് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്നുള്ള ചിത്രത്തിന് എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞ തുകയ്ക്ക് അദ്ദേഹം സമ്മതിച്ച് എനിക്ക് അഡ്വാൻസ് നിന്ന് എന്നെ ബുക്ക് ചെയ്യുന്നു. എന്റെ 25 ദിവസമാണ് മേടിക്കുന്നത്. എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? പിന്നീട് എന്താണ് ഉണ്ടായെന്ന് വെച്ചാല്, പക്ഷേ ഈ പറയുന്ന ചിത്രം ഈ ക്രിസ്ത്യൻ ബ്രദേഴ്സ് നടന്നില്ല. നീ അത് തെളിയിച്ചു. അല്ല, ഇവരുടെ അച്ഛനായിട്ടാണ് ചേട്ടൻ അഭിനയിക്കേണ്ടത്. ചേട്ടനല്ലാതെ മറ്റൊരാളെ ഞാൻ കാണുന്നില്ല, മറ്റൊരാളില്ല എന്ന് വ്യക്തമായിട്ട് സുബ്ബേർ എന്റെ വീട്ടിലിരുന്ന് എന്റെ കൂരയ്ക്ക് താഴെ ഇരുന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ട് ഈ സുബ്ബേർ എന്നെ മാറ്റി? എന്താ കാര്യം? ഞാൻ സുബ്ബേറിനെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് വിളിച്ചു, എന്ത് പറ്റി സുബ്ബേറെ? സുബ്ബേർ എന്നോട് പറഞ്ഞത്, ചേട്ടാ അവര് സമ്മതിക്കുന്നില്ല. എന്നെ തേച്ചതാണല്ലേ? ഞാൻ ചാരണി അവരെന്ന് വെച്ചാൽ അത് പിന്നെ ഈ അമ്മയൊന്നും പറഞ്ഞില്ല കേട്ടോ, അമ്മയൊന്നും പറഞ്ഞിട്ടില്ല, അമ്മ പറഞ്ഞിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഫെഫ്കയേക്കാൾ വലിയ 1-ാം പ്രതി അമ്മയാണെന്ന്. കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാള് വന്നാൽ ചീത്തയാള് നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. പിന്നീട് ആ രാത്രിയിൽ ഞാനിങ്ങനെ ആലോചിച്ചു, പക്ഷേ തിലകേട്ടനെ പോലെ വലിയ ആളോട് ഞാനങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. എന്താ ഞാനങ്ങനെ പറഞ്ഞേ? സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു. മലയാള സിനിമ നീ നാൾ വഴറ്റി. അമ്മ, മേക്ട, ചേംബർ, ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ, പല ഫാൻസ് അസോസിയേഷൻ, ഇങ്ങനെ മലയാള സിനിമയെ പരിപോഷിപ്പിക്കുന്ന എല്ലാ സംഘടനകൾക്കും ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. പക്ഷെ സാധാരണക്കാരൻ ഇവനിട്ട് 2 ഇടി കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇമാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടി ഇടിക്കും. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.